വെൽക്കം ടു മൂവി ബ്രാൻഡ്. മോഹൻലാലിന്റെ എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ. ചിത്രം രാഷ്ട്രീയപരമായി വിവാദങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിൽ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നത്. സംഘപരിവാറിന്റെ വിമർശനങ്ങൾക്കൊടുവിൽ എഡിറ്റ് ചെയ്ത പതിപ്പാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഒരു വിഭാഗം ആളുകൾ പൃഥ്വിരാജിനെതിരെ അഴിച്ചുവിട്ടത്. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ സിനിമാ വിതരണ കമ്പനി ഉടമയായ അഹമ്മദ് ഗോൾച്ചൻ എന്ന ഗുൽഷനുമായി ബന്ധപ്പെടുത്തി തീവ്രവാദ ബന്ധം വരെ ആരോപിക്കപ്പെട്ടു. എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും മുതൽ നിർമ്മാതാവും BJP നേതാവുമായ സുരേഷ് കുമാർ വരെ ബന്ധപ്പെടുന്ന ആളുമായി പൃഥ്വിരാജ് ബന്ധപ്പെടുമ്പോൾ മാത്രം എങ്ങനെയാണ് പ്രശ്നമാകുന്നത് എന്ന് ചോദിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. അഹമ്മദ് ഗോൾച്ചനുമായുള്ള ഒരു സിനിമാ താരത്തിന്റെ ബന്ധം ഇതാദ്യമായല്ല കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനു പിന്നാലെയും അഹമ്മദ് ഗോൾച്ചനുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണം ആദ്യമായി ഉയർന്നു വരുന്നത്. അന്ന് ചാനൽ ചർച്ചകളിൽ വരെ ദിലീപും ഗോൾച്ചനുമായുള്ള ബന്ധം വലിയ രീതിയിൽ ആരോപിക്കപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിൽവാസം കഴിഞ്ഞെത്തിയ ദിലീപ് ഗൾഫിൽ പോയപ്പോൾ ഗോൾച്ചനെ കണ്ടിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ അനുയായിയായ ഗോൾച്ചനെ ദിലീപ് കണ്ടത് എന്തിന്? അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് കുറെ ബഹളമുണ്ടായി. ദിലീപിന്റെ സഹോദരി ഭർത്താവ് അഡ്വക്കേറ്റ് സുജിത് ഗോൾച്ചനുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ കുറെ കാലം ജോലി ചെയ്തെന്ന് പ്രചരിപ്പിച്ചെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ദിലീപും ഗോൾച്ചനുമായുള്ള ബന്ധം ദാവൂദുമായിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടുവരെ അന്തിചർച്ചകൾ ഉണ്ടായിരുന്നു. ചില സാമൂഹിക ദ്രോഹികളെയൊക്കെ വിളിച്ചിരുത്തി എത്ര കാലമാണ് നികേഷ് കുമാർ എല്ലാം എത്ര ദിവസമാണ് ചർച്ച നടത്തിയത്. എന്നാൽ ഇവരെ എല്ലാം വെട്ടിലാക്കിക്കൊണ്ടാണ് വിവാദ നായകനായ ഗോൾച്ചനോടൊപ്പം നിൽക്കുന്ന തന്റെ ചിത്രം മഞ്ജു വാര്യർ പുറത്തുവിടുന്നത്. ദിലീപ് ഗോൾച്ചനുമായി നിൽക്കുന്ന ഫോട്ടോ വെച്ച് വലിയ വിവാദമുണ്ടാക്കി നിൽക്കുമ്പോഴായിരുന്നു മഞ്ജു വാര്യരുടെ ഫോട്ടോ വരുന്നത്. ദിലീപിന്റെ ഫോണിൽ നിന്നും മാറ്റിയ 12 ചാറ്റുകളിൽ ഒന്ന് ഗോൾച്ചനുമായുള്ള ചാറ്റാണെന്നും അത് അന്വേഷിക്കണമെന്നും ഒക്കെ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. നടി ആക്രമിക്കപ്പെട്ട കേസ് ദാവൂദ് ഇബ്രാഹിമും ഒക്കെയായി ബന്ധപ്പെടുത്തിയാൽ നികേഷിന്റെ വില പോയി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു കാലത്ത് വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണ് നികേഷ്. ഒരിക്കലൊരു സഹായം തേടി അദ്ദേഹം ഞാൻ ഉള്ളിടത്ത് വന്ന് എന്നെ കണ്ടിരുന്നു. ഇപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് പുച്ഛമാണ്. ഒരാളിനെ തറ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം കളികളാണ് കളിച്ചത്. UAE സിനിമയുടെ പിതാവാണ് ഗോൾച്ചൻ. അദ്ദേഹത്തെ വെച്ചാണ് അന്തിമ ചർച്ച നടത്തി നോക്കിയതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയെ തന്റെ സിനിമയിലൂടെ ഒരു സംവിധായകൻ വിമർശിച്ചെങ്കിൽ, കളിയാക്കിയെങ്കിൽ അയാളെ കള്ളക്കടത്തുകാരനും ദേശദ്രോഹിയുമാക്കി കഥയുണ്ടാക്കുന്നത് ന്യായീകരിക്കാനാവുന്നതാണോ എന്ന് എല്ലാവരും ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് ലെഫ്റ്റ് എടുത്ത മുരളി ഗോപിക്കെതിരെ തെറിയെഴുതുന്നത് തെമ്മാടിത്തരമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സിഖ് കൂട്ടക്കൊലയെ അപലപിച്ചുകൊണ്ട് സുവർണക്ഷേത്രത്തിൽ പട്ടാളം കടന്നതിനെ കുറിച്ച് പ്രിയദർശൻ എന്ന കാവ്യ അനുകൂലി നാളെ ഒരു സിനിമ എടുത്താൽ ഇവിടുത്തെ കോൺഗ്രസുകാർ അഹമ്മദ് ഗുൽച്ചൻ പ്രിയദർശൻ നിൽക്കുന്ന പടം പൊക്കിപ്പിടിച്ച് ഇവൻ രാജ്യദ്രോഹി, ദാവൂദുമായി ബന്ധമുള്ളവർ എന്നൊക്കെ ബഹളമുണ്ടാക്കിയാൽ അത് ന്യായമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസ് അടുത്തിടെ വീണ്ടും കൊടുമ്പിരി കൊണ്ടപ്പോൾ ഉയർന്നു വന്ന പേരാണ് ഗുൽച്ചന്റേത്. ആർക്കും അത്രമേൽ പരിചിതനായ വ്യക്തിത്വമല്ല ഗുൽഷന്റേത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഡി കമ്പനിയിലെ ഗുൽഷൻ ആണെന്ന് കുറെ നാളായി ഒരു സംസാരം തന്നെയുണ്ട്. എന്നാൽ ചില ഏജന്റുമാർ മുഖേന ഇയാൾ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ദിലീപും ഗുൽഷനും അടുത്ത സുഹൃത്തുക്കളാണെന്ന വാർത്തയും അന്ന് സിനിമാ ലോകത്തുണ്ടായിരുന്നു. പിന്നീട് ഗുൽഷനെ കുറിച്ചുള്ള വാർത്തകൾ പതിയെ കെട്ടടങ്ങുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തലുമായി എത്തുന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗുൽഷൻ എന്ന വ്യക്തിയെ കാണാനായാണ് ദിലീപ് ദുബായിൽ പോയിരുന്നത്. ഇയാളുടെ പേര് അഹമ്മദ് ഗുൽഷൻ ആണെന്നും ഇറാനുകാരനാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ദേപ്പുട്ടിന്റെ ഉദ്ഘാടനവും മറ്റും ഇതിന്റെ മറയായാണ് നടത്തിയത്. ഉദ്ഘാടനം മുന്നിൽ കാണിച്ചാണ് ദിലീപ് കോടതിയിൽ നിന്നും പാസ്പോർട്ടും വിദേശ യാത്രയ്ക്കുള്ള അനുമതിയും നേടിയെടുത്തത്. ദിലീപിന്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഗുൽഷൻ എന്ന വ്യക്തിയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇയാൾക്ക് ഡി കമ്പനിയുമായുള്ള ബന്ധം പോലീസ് കണ്ടെത്തുമെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് പാർസ് ഫിലിംസിലെ ജീവനക്കാരനായിരുന്നു. ജയിൽ മോചിതനായതിനു പിന്നാലെ ദുബായിലെത്തി ദിലീപ് ഗോൾച്ചനെ കണ്ടിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നടി ആക്രമിച്ച കേസിലെ പ്രതിയായ നടൻ ദിലീപിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ NIA തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു.
ദുബായ് ആസ്ഥാനമായ പാഴ്സ് ഫിലിംസ് സ്ഥാപകനാണ് ഗോൾച്ചൻ എന്നും വാർത്ത പരന്നു. പിന്നാലെ ഗോൾച്ചന്റെ ചിത്രം സഹിതം റിപ്പോർട്ടുകൾ വന്നു. ബാലചന്ദ്രകുമാർ പറയുന്ന ഈ ഗോൾച്ചൻ അറബ് സിനിമയുടെ ഗോഡ് ഫാദർ ആണെന്ന്. തന്റെ ജീവിതകഥ ഇയാൾ ഫ്ലിമിങ്ങിന്റെ ജെയിംസ് ബോണ്ട് പടം പോലെയോ അതുക്കും മീതെയോ ആണെന്നാണ് ഗോൾച്ചൻ തന്നെ പറയാറുള്ളത്. UAE-യിലെ വിജയഗാഥ തുടങ്ങിയിട്ട് 57 വർഷമായി. 1964 ആദ്യമായി ദുബായിൽ ലാൻഡ് ചെയ്യുമ്പോൾ അൽ നാസർ സ്ക്വയറിൽ ഒരു സിനിമ തിയേറ്റർ മാത്രം. ടിക്കറ്റിന് 2 രൂപ. സിനിമ കളിക്കുന്നത് രാത്രിയിൽ മാത്രം. ഇന്നോ UAE-യിൽ മൾട്ടിപ്ലക്സുകളുടെ പട തന്നെയുണ്ട്. ഇതിൽ പലതും സ്ഥാപിച്ചത് മറ്റാരുമല്ല, ഗോൾച്ചൻ തന്നെയാണ്. 1942 ഇറാനിലാണ് ഗോൾച്ചൻ ജനിച്ചത്. അച്ഛൻ കടുത്ത മതവിശ്വാസിയായിരുന്നു. സിനിമ കാണാൻ വിലക്കുണ്ടായിരുന്നു. തനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ശ്രമിച്ചത്. 9-ാം വയസ്സിൽ ഒരു അപകടത്തിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായെങ്കിലും തോറ്റു പിന്മാറിയില്ല. ഏതു വിധേനയും ജീവിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പത്രങ്ങൾ വിറ്റും വീടുകൾ തോറും നടന്ന ആളുകൾ വായിക്കാതെ ഉപേക്ഷിക്കുന്ന പുസ്തകങ്ങൾ ശേഖരിച്ച് വിറ്റുമാണ് ഓരോ രാത്രിയും സിനിമയ്ക്കുള്ള കാശ് കണ്ടെത്തിയത്. എന്നാൽ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമിനെ ഒരു ദിവസം യാദൃശ്ചികമായി കണ്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അദ്ദേഹം അവിടുത്തെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൂടെ ചുറ്റിയടിച്ചു. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നുവെന്ന് കച്ചവടക്കാരോട് ആരായുന്നതും അവിടെ അദ്ദേഹം വ്യാപാരികളോട് സംസാരിക്കുന്നതും ബിസിനസ് വികസിപ്പിക്കാനുള്ള ആശയങ്ങൾ ചോദിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൂടെ ചുറ്റിയടിച്ചു. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കച്ചവടക്കാരോട് ആരായുന്നതും അവിടെ അദ്ദേഹം വ്യാപാരികളോട് സംസാരിക്കുന്നതും ബിസിനസ് വികസിപ്പിക്കാനുള്ള ആശയങ്ങൾ ചോദിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ഗോൾച്ചന്റെ ഉള്ളിൽ ഞാൻ ശരിയായ ഇടത്ത് ശരിയായ ആളുടെ അടുത്താണ് എത്തിയിരുന്നത് എന്ന് തോന്നി. UAE-യിൽ ആളുകൾ വിനോദത്തിനായി കൊതിക്കുന്നുണ്ടെന്ന് ഗോൾച്ചന് മനസ്സിലായി. അന്ന് പ്രാദേശികമായി അച്ചടിക്കുന്ന പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ടെലിവിഷനുകൾ അവിടെയും ഇവിടെയും ചിലത് മാത്രം. തങ്ങളുടെ സമ്പാദ്യത്തിൽ മിച്ചം വരുന്നത് ചെലവഴിക്കാൻ അവിടെ സിനിമ മാത്രമായിരുന്നു ഒരു മാർഗം. ഗോൾച്ചന്റെ തുടക്കം അവിടെ മുതലായിരുന്നു. UAE-യിലെ ആദ്യ സിനിമാ തിയേറ്റർ ഷാർജ പാരാമൗണ്ട് ആയിരുന്നു. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അവരുടെ ഉദ്യോഗസ്ഥരുടെ ഉല്ലാസത്തിനായി 1940-കളിൽ പണിതീർത്ത ആദ്യ തിയേറ്റർ. പിന്നീട് സാധാരണക്കാർക്ക് വേണ്ടിയും അവർ അന്നത്തെ കൊട്ടകകൾ പണിതു. പിന്നീട് ബഹ്റിനിലെ തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് UAE-യിൽ സിനിമാ വിതരണക്കാരനായി മാറി ഗോൾച്ചൻ. 1967-ൽ ഫാർസ് ഫിലിംസ് പിറവി കൊണ്ടു. ദുബായിലെ നാഷണൽ തിയേറ്ററിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തതോടെ ഓരോ രാത്രിയിലും സിനിമാ പ്രദർശനത്തിന് ശേഷം പ്രേക്ഷകരെ നേരിൽ കണ്ട് സംസാരിക്കുകയായിരുന്നു. അവരുടെ അഭിരുചികൾ ആരായുമായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന പതിവ് ചോദ്യത്തിന് അപ്പുറം ഉത്തരങ്ങൾക്കനുസരിച്ചായിരിക്കും പിറ്റേന്ന് ഏത് ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കുക. 1970 ആയപ്പോഴേക്കും കാനിലും മിലാനിലും ഒക്കെ സിനിമാ വിൽപ്പനക്കാരുമായി നേരിട്ടിടപെടുന്ന സ്റ്റൈലിലേക്ക് ഗോൾച്ചൻ മാറി. ഒരു വർഷം കൂടി പിന്നിട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ആകർഷകമായ സിനിമാ വിതരണ ബിസിനസ് കെട്ടിപ്പടുക്കാൻ മിടുക്ക് കാട്ടി. UAE-യിലെ മറ്റ് ജനപ്രിയ തിയേറ്ററുകൾ തുറക്കുന്നതിന് പിന്നിലും ഗോൾച്ചന്റെ കൈയുണ്ട്. 1989-ൽ സലീം റാമിയയുമായി ചേർന്ന് ഗൾഫ് ഫിലിംസ് തുടങ്ങി. ഹോളിവുഡ് പടങ്ങളും മറ്റ് അന്താരാഷ്ട്ര ചിത്രങ്ങളും ഗൾഫിലും വടക്കൻ ആഫ്രിക്കയിലും മാർക്കറ്റ് ചെയ്യാനും വിതരണം ചെയ്യാനും വേണ്ടിയായിരുന്നു അത്. ടൈറ്റാനിക്കിന്റെ സൂപ്പർ പ്രദർശനം പോലൊന്ന് അതിനു മുൻപ് UAE കണ്ടിട്ടില്ല എന്നാണ് ഗോൾച്ചൻ ഓർത്തെടുക്കുന്നത്. അത്രയ്ക്കായിരുന്നു ജനസമുദ്രം. 2000 ആയപ്പോഴേക്കും മൾട്ടിപ്ലക്സുകളുടെ കാലമായി. ഗ്രാൻഡ് സിനിമാസ് ആയിരുന്നു ആ വകയിലെ ആദ്യത്തെ തുടക്കം. മിക്കവാറും എല്ലാ ആളുകളിലും ഗോൾച്ചൻസ് തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം.